ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സോഫ്റ്റ് കുക്കീസ് ട്രൈ ചെയ്യുന്നത്. നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് കുക്കീസൊക്കെ ഇഷ്ടമാകുന്നവർ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് വേണ്ടത് 3 കപ്പ് മൈദ ആണ്. ഞാനൊരു 30 കുക്കീസിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസിൽ. അപ്പോൾ അതിലേക്ക് 3 കപ്പ് മൈദ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നേരെ ഹാഫ് പോർഷൻ എടുത്താലും മതി. ഞാൻ 3 കപ്പ് മൈദൻ്റെ അളവിലാണ് ചെയ്യുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പക്കാരം ഇടുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊരു സിഫ്റ്റർ വെച്ചിട്ട് ആണിത് തരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. കുക്കീസ് ആയതിനെക്കൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടർ വേണം. ഞാനിപ്പം 1 കപ്പാണ് ബട്ടർ എടുത്തത്. അത് ഉപ്പില്ലാത്ത അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അധികം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിന് പുറത്ത് വെച്ചിട്ട് അധികം അലിയണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് നമ്മൾ നോർമൽ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു പരുവത്തിലുള്ള ബട്ടർ എടുക്കുക. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്നൊന്ന് അമർന്ന് വരുന്ന രീതിയിലാണ് കറക്റ്റ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഈ ഷുഗറും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ കുക്കീസിൻ്റെ ഈ ഒരു ബ്രൗൺ കളർ തരുന്നത് ഈ ബ്രൗൺ ഷുഗർ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബ്രൗൺ ഷുഗർ തന്നെ എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഈ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർക്കണം. ഞാനിതിലേക്ക് 2 മുട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. സൈഡിലേക്കൊക്കെ ആയതൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സിഫ്റ്റ് ചെയ്ത് വെച്ച മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പുള്ള മിക്സ്ചർ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. മിൽക്കോ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടിയത് കുക്കീസിനും വേണ്ടിയിട്ട്. നമുക്ക് പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പം ഇടയ്ക്ക് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇപ്പോൾ നമ്മൾ ബീറ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബീറ്ററിൻ്റെ ഇതിലായതൊക്കെ നമുക്ക് സ്പാച്ചുല കൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു മിക്സും കൂടി കൊടുക്കുക. അതാ ഈ കറക്റ്റ് ടെക്സ്ചറാണ്, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബട്ടർ എടുക്കുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അധികം പ്രസ് ആവുന്നത് വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായ ബട്ടർ യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സാണ്. ഞാനിപ്പോൾ ഹെർഷേസിൻ്റെ സെമി സ്വീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത്ര വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ 1.5 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മെല്ലണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ആവണ്ട, ആ ചോക്ലേറ്റ് ചിപ്സ് ചിലപ്പം അതിലേക്ക് അലിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കിത് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നമുക്ക് ഓരോ സ്പൂണിൽ ഇത് ജസ്റ്റ് ഒരു കുറച്ച് ബോളാക്കിയിട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രേയിൽ, നമ്മൾ ഏത് ട്രേയിൽ വെച്ചിട്ടാണോ ബേക്ക് ചെയ്യുന്നത് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് ആദ്യം ഒന്ന് വെച്ച് ആ ട്രേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റിൽ ഈ ട്രേയിലാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്കറ്റം ഈ ബോൾ പോലെ ആക്കി വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഇത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ട്രേയിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ട്രേയിലാണ് വെച്ചത്, അങ്ങനെ വെക്കണ്ട, ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഈ ട്രേയിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിതാ ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, താഴത്ത് റെഫ്രിജറേറ്ററിൽ ഒരു അരമണിക്കൂർ വെക്കാം. ഇപ്പോൾ ഇതാ അരമണിക്കൂർ വെച്ച് ഇതൊന്ന് ഹാർഡായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് മനസ്സിലാവും കുറച്ചൊന്ന് ഇത് സോഫ്റ്റ് കുക്കീസ് അതിനെക്കൊണ്ട് അധികം ഹാർഡാവില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കളറൊക്കെ ഒന്ന് സ്ലൈറ്റായിട്ട് മാറുമ്പോൾ നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. ഞാനൊരു ഫാസ്റ്റ് മൂവിങ് വീഡിയോ എടുത്തതാണ് കുക്കീസ് ബേക്ക് ആവുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ കുക്കീസ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കണം. ഇതാ ബാക്കി ഞാൻ ബോളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അത് ഓരോ സെറ്റായിട്ട് ഓവനിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അര മുതൽ 3/4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം ഒരുമിച്ച് വെച്ചാലും മതി, എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ കുക്കീസ് എല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് കുക്കീസൊക്കെ ഇഷ്ടമാവുന്നവർക്ക്, അധികം ഹാർഡല്ലാത്ത കുക്കീസൊക്കെ ഇഷ്ടമാവുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനിൽ കുറച്ചും കൂടി നേരം വെച്ചാൽ നമുക്ക് ഒന്നും കൂടി ഹാർഡായി കിട്ടും. പക്ഷേ ഇതാണ് കറക്റ്റ്, നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.